ആനക്ക് കേൾക്കണം 5-6 ദിവസമായി നമ്മൾ ഈ കൊച്ചിയിൽ ഇങ്ങനെ ആണ്ടിട്ടും കല്യാണപ്പേര് നായി നടക്കണ്. എന്താ വെച്ചാൽ നമ്മൾ ചെക്കൻ്റെ ഷൂട്ടിംഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ്. പിന്നെ ഷൂട്ടിങ്ങിന് നമ്മൾ ചെന്ന് അപ്പോൾ ആണ് വലിയ നടൻ വന്ന് കക്കൂസുള്ള വണ്ടിയായിട്ടൊക്കെ വന്ന് ഇറങ്ങി ആ വേഷം കൊടുത്ത് നമ്മളിങ്ങനെ നിന്ന് നമുക്ക് തരാറുള്ള വേഷമല്ല, പിന്നെ വന്ന് വാങ്ങിയാണല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ എന്താ വെച്ചാൽ ഓൻ്റെ പിറകയിൽ കുറേ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് പോലീസുകാരൊക്കെ പോലത്തെ ഗുണ്ടകളെ പോലത്തെ ആൾക്കാരെ പിറകും പിന്നെയും ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ചോദിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ആണ് ചെല്ലുന്നു. അപ്പോൾ പിന്നെ ആരൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ ചങ്ങായിമാരുടെ മസിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ അങ്ങോട്ട് പിന്നിക്ക് നിന്ന്. പിന്നെ ഇങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു വല്യമ്മ ഇങ്ങനെ നടന്നു പോകണം, വോട്ട് പിടിക്കാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്നെ വിളിച്ച് നിങ്ങളെന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ കൂടെ ഒക്കെ ആയിരുന്നു. അപ്പോൾ 5 വയസ്സിൽ ഞാൻ പറഞ്ഞ അവരുടെ കൂടെ പോയി വോട്ട്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ സ്ഥാനാർത്ഥികളും ചെറുപ്പക്കാരത്തികളെ കുട്ടികളല്ലേ, 20 വയസ്സുള്ള ചെറിയ കുട്ടികളൊക്കെ അല്ലേ, ഇവർ വല്ല പ്രായമുണ്ടേ. അപ്പോൾ ഇവർ ആരും ഇല്ല, ഇവർ പാർട്ടിക്കാരും അപ്പുറത്തെ കൂടെ പോയിക്കണേ. ഒരു ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ എല്ലാം പോയി. ഞാൻ പോയി എല്ലാ വീട്ടിലും വോട്ടൊക്കെ ചോദിച്ച് എല്ലാവരും തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ രീതിയിലെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് വെള്ളം കോരാത്ത വെള്ളം കോരി കൊടുത്ത് കിണറ്റിൽ. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ കിണറ്റിൽ വെള്ളം കോരില്ല, ഞാൻ വെറുതെ കോരി എന്നൊക്കെ